ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നാസ് റിയാക്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. അടിപൊളിയായിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ഇൻസിഡന്റുകൾ ഉണ്ടാവും. നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഇൻസിഡന്റുകൾ ഉണ്ടാവും. ഒരു ഫണ്ണി ആയിട്ടുള്ള ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടാവും. അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒരു ബലൂണില് വെള്ളം നിറച്ചിട്ട് അത് കടിച്ചു പിടിച്ചതാണ്. അത് ഇങ്ങനെ ഒരു ആക്ഷൻ ഒരിക്കലും അവര് പ്രതീക്ഷിച്ച് കാണില്ല. കാരണം മൂക്കിലൂടെയാണ് അത് പുറത്തോട്ട് വന്നത്. വായിലോട്ട് കയറി മൂക്കിലൂടെ പുറത്തോട്ട് വരികയുണ്ടായി. മൂക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അവർക്ക് നെക്സ്റ്റ് ഇവിടെയാണ് വാഷിംഗ് മെഷീന്റെ ടോപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് അതിന് പാമ്പ് തലയിട്ട് കൊത്താൻ പറ്റുന്ന രീതിയിലാണ് ആ വീഡിയോ കാണുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ പാർക്ക് ചെയ്യണം. എന്നാൽ ഒത്തിരി സ്പേസും കിട്ടും നമുക്ക്. എന്താ പറയാ, ഒരു ഡിഫറെന്റ് ആയിട്ട് അത് നമുക്ക് എങ്ങനെ നോക്കാം. യാതെ മന പാർക്കിങ്, അടിപൊളി പാർക്കിങ്. അമ്മച്ചക്ക് എന്ത് വെള്ളം കൊടുത്തതെന്ന് അറിയില്ല. അത് കണ്ടിട്ട് എന്തോ കഷായല്ല, പക്ഷെ എന്താ പറയാ, യൂറിൻ ഒന്നല്ലായിരിക്കും. ഇത് കുടിച്ചിട്ട് റിയാക്ഷൻ നോക്കണം. കൂട്ടിയാക്കിട്ട് പണിയെടുക്കണം, ഇങ്ങനെ കൊടുക്കണം കേട്ടോ. എന്ത് തണുത്ത വെള്ളം തോന്നുന്നു അതിൽ ഇറങ്ങി നിന്നിട്ട്. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താ പറയുക, ഒന്നും തണുപ്പില്ലല്ലോ, ഒന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തോന്നും. അവര് ഇറങ്ങുമ്പോ അതുവരെ അത് കടിച്ചു പിടിക്കണം. തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ റിയാക്ഷൻ പിടിച്ചു നിർത്തി ഇറങ്ങുമ്പോ അത് കാണിച്ചു കൊടുക്കുന്ന സീനാണ്. അത് മനസ്സിലാവാൻ അത് കൂടുതൽ നമുക്കൊരു പണി കിട്ടിയാൽ അത് മറ്റൊന്നും കിട്ടുന്നുള്ളൊരു പണിയെടുക്കൂലേ. ടൗണുകളിലൊക്കെ സൈഡിൽ ഫുഡ് ഉണ്ടാവില്ല. ഇപ്പൊ ഫുഡ് ഒരുപാട് തട്ടുകടകളൊക്കെ ഉണ്ടാവും. ബട്ട് അവര് ഓംപ്ലേറ്റ് മറിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ള. അങ്ങനെ അവന് ഒന്നുകൊണ്ട് ഇങ്ങോട്ട് മറിച്ചിടുന്ന എന്താ പറയാ, പൊന്തിച്ചിട്ട് മറിച്ചിടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ചേച്ചി. എന്താ സംഭവിച്ചത് നമുക്കൊന്ന് കണ്ടോക്കാം. അത് കൈ പൊള്ളി. ഇവിടെ ഒരാള് ഒരു പശുവിന്റെ മേലെ കയറ്റിട്ട് കുതിരന്റെ മേലെ പോകുന്ന പോലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് കുതിര കിട്ടിയിട്ടുണ്ടാവില്ല. കാര്യം പശുവിനെ കണ്ടപ്പോ മേത്ത് കയറി നോക്കിയാണ് പശുവിന്റെ കൂടെ പോകാൻ പറ്റുമെന്ന്. പശുവിന്റെ മേലെ കയറിക്കാണ്ട് റൈഡ് പോകുന്ന വിചാരിച്ചാണ് പുള്ളി. സംഗതി പാളി പോയി. പുള്ളി കാലെടുക്കുന്നതിന് മുമ്പേ പശു എന്താ പറയാ, പുള്ളി കാലെടുക്കുന്നതിന് മുമ്പേ പശുവിന്റെ പാട്ടിന് പോയിട്ടുണ്ട്. പുള്ളി പയഞ്ചക്കട പോലെ വീണിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. വണ്ടി കറക്കിട്ടതാണ്. നിങ്ങള് ഇതെന്താ പാളി പോയതൊന്നും വിചാരിച്ചണ്ട. പുള്ളി ഇതൊരു ഡിഫറെന്റ് ആണ്. എന്താ പറയാ, ബൈക്ക് ഇങ്ങനെ മറിച്ചിടാന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അത് സംഗതി നല്ല ഭംഗിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ആറിനെ പറഞ്ഞിട്ട് കറിയാ എത്ര സമയം വെച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കുക. ഇവര് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ വേസ്റ്റ് കിട്ടുമെന്ന് കരുതി കാത്തു നിൽക്കുക. ആളിന്റെ ക്ഷമ കെട്ടപ്പോ ആൾ ടേബിളിൽ കയറിയിട്ട് ഇവരുടെ ഫുഡ് കഴിക്കണേ. ചിരിക്കാൻ വേറെ എവിടെയും പോടല്ലേ. എന്തെല്ലാം തമാശകളല്ലേ. ഇത് ഒറ്റ ചാട്ടത്തിന് എന്താ പറയാ, അപ്പുറത്തേക്ക് എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളി പോയത്. പുള്ളി ചാടിയത്. പക്ഷെ എന്തോ അത് 100% ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പുള്ളി തല മറിഞ്ഞ് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പെണ്ണ് തട്ടി എണീറ്റ് പോകും. മുകളിൽ പെണ്ണ് തട്ടിട്ട് നമ്മൾ എണീറ്റ് പോകും. പക്ഷെ വേറെ ആൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതൊരു റിയൽ ആയിട്ടുള്ള എന്താ പറയാ, ഫ്ലോപ്പ് ആയിട്ടില്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനൊരു സാധനമാണ് ഉദ്ദേശിച്ചെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലതും കാണിക്കാറുണ്ടല്ലേ. പുള്ളി നൈസായിട്ട് എണീറ്റ് പോയി. പുള്ളി അങ്ങനത്തെ എന്താ പറയാ, ഓവറാക്കി കൊളാക്കാൻ നിന്നിട്ടില്ല. ഇപ്പൊ ഇതില് പുള്ളി കുതിരന്റെ പുറത്ത് കയറുന്ന സീനാണ് ഇത് കാണുന്നത്. കുതിരന്റെ പുറത്ത് കയറാൻ വേണ്ടി സ്റ്റൂളിൽ കയറിയതാണ്. പുള്ളി കുതിര പുറത്ത് കയറുന്നതിന് മുമ്പേ സ്റ്റൂള് മറിഞ്ഞു പോയി. പുള്ളി മറിഞ്ഞു വീണാണ്. പേടിച്ചിട്ടുണ്ട്.
അല്ലാ ആ ചുമരാണ്ട് കേഴ്ത്തി പുള്ളി ചുമര് കേഴ്ത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഒരുപാട് രോമങ്ങൾ എന്താ പറയുക ടാപ്പ് ഉപയോഗിച്ച് പറിക്കുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലെ എന്താ പറയുക പിതികം ടാപ്പ് ഉപയോഗിച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇത് വരണം, ഇത് പോയി കഴിഞ്ഞാൽ പിതികം വരണമെങ്കിൽ നല്ല ടൈം എടുക്കും തോന്നുന്നുണ്ട്. നമ്മൾ സാധാ മുടി താടി മെഷീൻ എന്നെ പോലെ വരില്ല, നല്ല ടൈം എടുക്കും തോന്നുന്നുണ്ട്. നല്ല വേദനിച്ചിട്ടുണ്ട്. കാരണം അത്രയും രോമങ്ങൾ ഏരി നല്ല എന്താ പറയാ. ഇനി കുറച്ച് കാലത്തിന് അങ്ങനെ തന്നെ നടക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നമ്മളിവിടെ നമ്മുടെ നാട്ടില് അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും പുറം രാജ്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇടിച്ച അതിന്റെ പവർ, നമ്മുടെ ഇടിന്റെ പവർ എത്രയും നോക്കുന്ന മെഷീൻ ഉണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ മെഷീനിൽ ഒരു പുള്ളി അടിക്കണേ, അത് അത്രയും സ്ട്രോങ്ങിൽ ഇടിക്കുന്ന സമയത്ത് ആ എന്താ പറയുക ഒരു സ്ഥാനം തൂങ്ങി കിടക്കണ്ടല്ലോ, അതിന് കുടുങ്ങില്ല. അതിന് കുടുങ്ങാതെ നേരം മെഷീനെ കൊണ്ടുപോയിട്ടാണ് കുടുങ്ങിയത്. അപ്പൊ നമുക്കറിയാം ഒരു ചുമലിൽ പോയിട്ട് സ്ട്രോങ്ങിൽ ഇടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത്രയും പ്രഷർ ഉണ്ടാവും, അതിന്റെ പെയിന് തീർച്ചയായിട്ടും പുള്ളിക്ക് ഉണ്ടാവും. നല്ല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പുള്ളി അത് സ്ട്രോങ് ആയിട്ട് ഇടിക്കുന്നത് നമുക്കറിയാം വണ്ടിയിലൊക്കെ ക്രംബിൾസ് എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇത് ഇടിക്കുമ്പോൾ അതങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ അത്രയും തട്ടിക്കഴിഞ്ഞാൽ പ്രഷർ ഇങ്ങനെ കുറയും. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, പുള്ളി നേരെ മെഷീൻ കൊണ്ടിട്ട് അടിച്ച് മെഷീനിന്റെ ഏതായാലും തീരുമാനമായിട്ടുണ്ടാവും, പുള്ളിന്റെ കൈയും ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. എല്ലാരും ഉമ്മ കൊടുക്കണ്ടല്ലേ. ഒരു ലേഡി കുതിരക്ക് ഉമ്മ കൊടുത്തണം. അത് കുതിരയാണ്, മനുഷ്യനല്ലല്ലോ. മനുഷ്യന്റെ വികാരങ്ങളും കുതിരന്റെ വികാരം വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ കുതിരനെ ഉമ്മ വെച്ചത് കുതിര റിയാക്ട് ചെയ്ത് കുതിരക്ക് ഇഷ്ടപ്പെട്ടില്ല. കുതിര കൈയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ കാലായിട്ട് ഒന്ന് കൊടുത്തു. കുതിരക്ക് ഉമ്മടക്കാൻ നിൽക്കണ്ട, അതാ പറഞ്ഞത്. മനുഷ്യന്മാരെ റിയാക്ഷൻ ഫീലിങ്സും മൃഗങ്ങളുടെ ഫീലിങ്സും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം ഒരേപോലെ അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. വീട്ടിലേക്ക് ഇതുപോലത്തെ ഒരു യന്ത്രം വെച്ചാൽ മതി, ആളെ പേടിപ്പിക്കാം അല്ലെ. ഇത് അത്ര പേടിപ്പിക്കുന്ന രീതിയിലൊന്നും ജസ്റ്റ് ഒരു ഹെയർ പോപ്പ് ആവുന്ന രീതിയിലേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവ അറിയാത്ത ആരെങ്കിലും പേരുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ, ഇതിപ്പോ ഒരു ഡെലിവറി ബോയ് ആണ്. ഡെലിവറി ബോയ് ഒക്കെ വരുമ്പോഴത്തെ ഇങ്ങനെയൊന്നും കൊടുക്കാന്ന്, ഇങ്ങനത്തെ സാധനം വെക്കാന്ന് അത് മോശം ഇടപാടാവും. പക്ഷെ നമുക്ക് ഈ എന്താ പറയാ കള്ളന്മാരൊക്കെ വരുന്ന അവർക്കൊക്കെ ഇതുപോലത്തെ ഇന്നോവേറ്റീവുകൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. പൊന്നെ ഏതാ പുള്ളി ഫ്ലിപ്പ് ചെയ്താണ്. അത് എന്താ പറയാ എന്തോ നിലത്ത് കയറിഞ്ഞ പോലെയൊക്കെ ആയത്. പുള്ളി നല്ല മൂന്നത്തി വീണിട്ടുണ്ട്. അപ്പോഴത്തെ ആൾ ചിരിക്കുന്നത്, അപ്പോഴത്തെ ആള് വീണിട്ടൊക്കെ ചിരിക്കുന്നുണ്ട് കണ്ടിട്ട്. ഇതുപോലത്തെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമ്പോൾ കൂടെ നിന്ന് ചിരിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവുന്ന, അതുപോലെ കൂടെ നിന്ന് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരൊന്ന് മെൻഷൻ ചെയ്യുക. ഇതുപോലത്തെ ഇത് ഇപ്പൊ എല്ലാവരും ചെയ്ത് ഇപ്പൊ VR, ആപ്പിളിന്റെ ഒക്കെ VR ഹെഡ്സെറ്റുകൾ കണ്ടുണ്ടാകുന്ന ഫ്രണ്ടിൽ വെക്കുന്നത്. അപ്പൊ VR കാണുന്നവര് അതിലത്തെ സീനായി കണ്ടു. പക്ഷെ പുറത്ത് നിൽക്കുന്നവരാണ് അതിന്റെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് കിട്ടുന്നത്. ആ ആളുടെ റിയാക്ഷൻ കണ്ടിട്ട്. നമുക്കറിയാം VR ഉപയോഗിക്കുന്ന ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. VR ഒക്കെ ഇപ്പോൾ ഗെയിമിംഗ് സെന്റർ പോലെ ഇപ്പൊ VR എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. VR യൂസ് ചെയ്യുന്നത് അത് പേടിച്ച് നിൽക്കുമ്പോൾ അത് ഓപ്പോസിറ്റിന്റെ ആൾക്ക് വേറെ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അവരുടെ എന്താ പറയാ റിയൽ ലൈഫിലല്ലല്ലോ, പക്ഷെ അവർ റിയൽ ലൈഫ് ആണെന്ന് കരുതിയിട്ടാണ് ആ പേടിക്കുന്ന അലർന്ന. ആട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആടിന്റെ അടുത്തൊന്ന് എന്തോ ഒരു മാഞ്ഞാളം കളിക്കാൻ വേണ്ടി വന്ന ആടിനെ ഒന്ന് എന്താ പറയാ ഒന്ന് പിരിയേറ്റാൻ വേണ്ടി വന്നാണ്. സ്പ്രേ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഇത് വേറെ ലെവൽ. നേരത്തെ കണ്ടത് കുതിരന്റെ പുറത്ത് കയറുമ്പോ സ്റ്റൂള് കയറാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ വെച്ചിട്ടുണ്ട്, അത് ഫ്ലിപ്പ് ആകുന്നത്, അത് മറിഞ്ഞിട്ട് വീഴുന്നാണ് കണ്ടത്. പക്ഷെ ഇത് നേരെ ഉൾട്ടായി പോയി കാല് എന്താ പറയാ സ്റ്റൂളിന്റെ ഉള്ളിലോട്ട് പോയിട്ട് മറിയുണ്ടായത്.
And this is life. ഓ പന്നിന്റെ കൂടെ നിൽക്കാണ്ടാണ് പുള്ളി എന്താ പറയാ വീഡിയോ എടുക്കാണ് എന്തോ ഇനി ടെലിവിഷന് വേണ്ടിയുള്ള വീഡിയോ ആണെന്ന് അറിയില്ല. പന്നീന്റെ തോളിൽ കൈയൊക്കെ ഇട്ടിട്ടാണ് പ്രസംഗിക്കേണ്ടായത്. പക്ഷെ പന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല, പന്നി റിയാക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അല്ലാതെ കേട്ടാ കുതിരനെ പറ്റിച്ചാണ് പുള്ളി. കുതിരന്റെ അതേ ഫേസ് മാസ്ക് ഉപയോഗിച്ചിട്ട് അതുപോലത്തെ ഡമ്മി ഉപയോഗിച്ചിട്ട് കുതിരയായിട്ട് ഇട വന്നാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുതിര ആകെ എന്താ പറയാ ചമ്മി പോയിട്ടുണ്ട്. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോത്തുള്ള വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ തീർച്ചയായും വീഡിയോ കമന്റ് ചെയ്യുക. അപ്പൊ നല്ലൊരു പുതിയ വീഡിയോ വീണ്ടും കാണാൻ. ബൈ.